ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറയുന്ന ദുആ അയ്യുമാ മുസ്ലിമിന ദഅ ഫീ മർളിഹി. ഏതെങ്കിലും ഒരു രോഗം വരുമ്പോ ആരെങ്കിലും അതൊന്ന് പറഞ്ഞാൽ എത്ര വട്ടമാണ്? 40 വട്ടം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന 40 മറ, 40 വട്ടം ആര് പറയുന്നുവോ സുമ്മ മാത അലാ ഫിറാസിഹി, പിന്നെ അവൻ അവിടെ കിടന്ന് മരിച്ച അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ഉഅ്തിയ അജ്റു ഷഹീദ്, അവന് ഷഹീദിന്റെ കൂലി അല്ലാഹു കൊടുക്കുന്നവരാണോ. വൈൻ ബരിയ, അവന് മരിച്ചില്ല, രോഗശിഫയായാലോ ഓഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പടച്ചതമ്പുരാ പുറത്തു കൊടുക്കുകയാ. ഓരിക്കൂടെ രോഗികള് ഏത് രോഗം വന്നാലും, ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴും എന്നോട് സഹോദരിമാര് പറഞ്ഞു ദ്വാരക്കണ രോഗമാണോ. എന്റെ പ്രിയപ്പെട്ടവരെ, രോഗം വന്നാലും, രോഗം വരുമ്പോൾ എവിടെയാകട്ടെ, ചികിത്സിക്കുന്ന ആശുപത്രിയിലാകട്ടെ വീട്ടിലാകട്ടെ, രോഗം വരുമ്പോ ആരെങ്കിലും അയ്യുമാ മുസ്ലിമിന് ഫീ മർളിഹി, ആരെങ്കിലും രോഗിയാകുമ്പോ 40 മറ, 40 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ 40 വട്ടം പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു മരിച്ചാല് ഷഹീദിന്റെ കൂലി, പിഴച്ചാലോ മരിച്ചില്ല രക്ഷപ്പെട്ടാലോ അവൻ അല്ലാഹു കൊടുക്കുന്ന പാപമോചനമാണോ നേടണ്ടേ. പ്രിയപ്പെട്ടവര്, സഅദ് ബിൻ അബീ വഖാസിനെ പോലെ, അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശിനെ പോലെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ സ്വർഗത്തിൽ പോകണ്ടേ. അതിന് മാതാപിതാക്കൾ അംഗീകരിച്ചോ, അതിന് ഭാര്യമാര് ഭർത്താക്കന്മാരെ വഴിപ്പെട്ടോ, 25 പ്രാവശ്യം മരണത്തെ ഓർട്ടോ, നല്ല സത്യസന്ധമായ കച്ചവടം നടത്തിക്കോ, രോഗിയാകുമ്പോൾ പ്രാർത്ഥിച്ചോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു അവരോ ഉലൈക മഅശുഹദാ, അവര് സുഹദാക്കളോടൊപ്പമാണോ. അവര് കോളേജുകളിൽ അവർ ക്രൂരമായിട്ട് അവരുടെ സ്വത്വബോധത്തെ, അവരുടെ മതബോധത്തെ, അവരുടെ വ്യക്തിബോധത്തെ നശിപ്പിക്കുന്ന ഒരു സമയം വരുമ്പോൾ നമ്മൾ എങ്ങനെ നേരിടണം, നമ്മൾ എങ്ങനെ പിടിച്ചു നിൽക്കണം? നീ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് നമ്മൾ അതിനോട് താതാത്മ്യം പുലർത്തി നിന്നാ മതിയോ? അതല്ല, എന്റെ മകളെ എന്തു വന്നാലും മതബോധത്തിൽ നിന്ന് 1.0% പോലും ഞാൻ പിന്നോട്ട് പോകാൻ അനുവദിക്കാത്ത വണ്ണം എന്റെ മകളെ ഞാൻ, എന്റെ പൊന്നുമകളുടെ ദീൻ ഞാൻ കാത്തു സൂക്ഷിക്കുമെന്നുള്ള കൃത്യമായൊരു നിലപാടാണോ നമ്മൾ എടുക്കേണ്ടത്? അത് ഈ ഉമ്മത്തിനെ പഠിപ്പിക്കണം. ഇപ്പോൾ അത് ഈ ഉമ്മത്തിന് ആവശ്യമാണ്. ഖബർ നിൽക്കട്ടെ, സിറാത്ത് നിൽക്കട്ടെ, മഹ്ശർ നിൽക്കട്ടെ, അത് നമ്മൾ പഠിച്ചതാണ്, നമ്മളത് പഠിക്കുന്നതാണ്. മറ്റുള്ള സൗകര്യങ്ങളിൽ കിട്ടുന്ന അവസരത്തിൽ ഉമ്മത്തിന് ഇസ്തിഖാമത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഈമാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിടിച്ചു നിന്നേ പറ്റൂ സഹോദരങ്ങളെ. നമ്മൾ ഉദ്ദേശിക്കും പോലെയൊന്നുമല്ല പരീക്ഷണങ്ങൾ, നമ്മൾ ഉദ്ദേശിക്കും പോലെയൊന്നുമല്ല. അള്ളാഹു നമുക്ക് ഈമാൻ അതിന്റെ ഫുൾ പവറോടുകൂടി അള്ളാഹു താല നിലനിൽക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാനൊരു കാര്യം, നിനക്ക് എന്തു വേണോ ചെയ്യാം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ പറയുകയുണ്ടായി, എന്റെ ഭർത്താവ് റസൂലുള്ള വഫാത്തായി. ആ വഫാത്തായി കിടക്കുന്ന എന്റെ മുറിയിൽ എന്റെ ഹബീബ് എന്റെ വീട്ടിലാണല്ലോ മറമാട ചെയ്യപ്പെട്ടത്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്റെ രാത്രികളെ ധന്യമാക്കി മാറ്റിയ, എന്റെ മാറിടത്തിന്റെ സുഗന്ധം ഏറ്റുവാങ്ങിയ എന്റെ പ്രിയപ്പെട്ട കൽബിന്റെ രാജാവ്, എന്റെ പ്രിയപ്പെട്ട എന്റെ ഹബീബ് വഫാത്തായപ്പോൾ എപ്പോഴും ഞാൻ എന്റെ ഹബീബിനെ സന്ദർശിക്കാൻ വേണ്ടി ആ റൂമിലേക്ക് പോകും. എന്റെ ഹബീബിനെ കിടത്തിയിരിക്കുന്ന റൂമിലേക്ക് ഞാൻ പോകും. എന്റെ അള്ളാഹുവിന്റെ റസൂലാകുന്ന എന്റെ ഭർത്താവിന്റെ ആ ഖബർ ഷരീഫിന്റെ അടുത്ത് ചെന്ന് ഞാൻ ഇരിക്കും. അന്നൊന്നും ഞാൻ നല്ലതുപോലെ വസ്ത്രമെല്ലാം മൂടിയല്ല ഞാൻ പോകുന്നത്. കിടക്കുന്ന എന്റെ ഭർത്താവല്ലേ, എന്റെ ഹബീബല്ലേ, എന്റെ വീട്ടിലല്ലേ അടക്കിയിരിക്കുന്നത്. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ എന്റെ പ്രിയപ്പെട്ട പിതാവും മരിച്ചുപോയി. ആരാണ്? അബൂബക്കർ സിദ്ദീഖ്. എന്റെ ഹബീബ് എന്റെ ഭർത്താവിന്റെ ചാരപ്പ് തന്നെ എന്റെ വാപ്പാനെ ഖബറടക്കി. അപ്പോഴും ഞാൻ പോകുന്നത് അതുപോലെ തന്നെ. കാരണം എന്റെ വാപ്പ ഇന്നമാഹുവ സൗജി വ ഇന്നമാഹുവ അബി, ഇതെന്റെ ഭർത്താവ്, ഇതെന്റെ ഉപ്പ, രണ്ടുപേരുമല്ലേ. അങ്ങനെ ഇരിക്കുമ്പോ കുറെ നാളുകൾക്ക് ശേഷം ഉമർ തങ്ങൾ മരിച്ചു. ഉമർ തങ്ങളെയും എന്റെ വാപ്പാന്റെ അടുത്ത്, എന്റെ റസൂലുള്ളാന്റെ അടുത്ത് കൊണ്ടടക്കി. പിന്നെ ഞാൻ പോകുന്നതെല്ലാം മൂടി പൊതച്ച്, ശരീരം മുഴുവനും മൂടി പൊതച്ച്, ഞാൻ ഒന്നും ഒരു രോമം പോലും പുറത്ത് കാണാത്ത
നിലയിൽ എന്റെ വാപ്പായെ കാണാൻ, എന്റെ ഭർത്താവിനെ കാണാൻ ആ റൗളാ ശരീഫിന്റെ ചാരപ്പ് ഞാൻ പോകുമായിരുന്നു. അന്ന് ഞാൻ എന്തേ എല്ലാം മസ്തൂറത്തും ബിസൗബി, എന്റെ വസ്ത്രം മൂടിക്കെട്ടി പോകുന്നതിന്റെ കാരണം എന്തെന്നറിയോ? ഇന്നമാഹുവ സൗജി വ ഇന്നമാഹുവ അബി, ഇതെന്റെ ഭർത്താവാണ്, ഇതെന്റെ വാപ്പയാണ്. പക്ഷേ ഞാനങ്ങനെ മൂടി പുതച്ചു പോയത് ഹയാ അല്ലി ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങൾ ആ കബറിനടുത്ത് ഉണ്ട് എന്നതിന്റെ പേരിൽ ഉമർ തങ്ങളും മരിച്ച് കബറിൽ കിടക്കുകയാണല്ലോ. ഒരു അന്യാൾ എന്റെ കബറിന്റെ, എന്റെ വാപ്പാന്റെ ചാരത്ത് കിടക്കുന്നത് കൊണ്ട് ഞാൻ മസ്തൂറത്തും ബിസൗബി, വസ്ത്രമെല്ലാം മൂടിക്കെട്ടിയിട്ട് ഞാൻ പോകുമായിരുന്നുള്ളൂ. അള്ളാഹു അങ്ങനെ നല്ല നിലയിൽ ജീവിക്കാൻ ഇസ്സത്തുള്ളവരാക്കി അള്ളാഹു മാറ്റട്ടെ. നല്ല സ്ഫടിക സമാനമായി, നല്ല 916 ക്ലാരിറ്റിയുള്ള നല്ല മുസ്ലിമാക്കി അള്ളാഹു നമ്മളെ മാറ്റട്ടെ. ദീനീ ബോധം അള്ളാഹു നിലനിർത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ദുആ. അല്ലാഹുവേ, ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങളുടെ സർവ്വ പാപങ്ങളും പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ പാവപ്പെട്ട മാതാപിതാക്കളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാരുടെ പാപങ്ങൾ, ഭാര്യ സന്താനങ്ങളുടെ, സഹോദരങ്ങളുടെ, കൂടപ്പിറപ്പുകളുടെ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ, ഞങ്ങളുടെ സഹോദരിമാരുടെ, ഭർത്താക്കന്മാരുടെ, പടച്ചവനെ ഞങ്ങളോട് കടപ്പെട്ടവരുടെ പഴപാപങ്ങൾ നീ പൊറുത്തു കൊടുക്കണേ അല്ലാ. പടച്ചവനെ, പാപമില്ലാത്ത നല്ല ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ മരിക്കുന്നത് വരെ ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാ. ഉസ്താദ് കാരാഗ്രഹത്തിന് സമാനമായി പടച്ചവനെ ബാംഗ്ലൂരിലെ ഫ്ലാറ്റിലാ, നീ മോചനം കൊടുക്കണേ റബ്ബേ. ഈ നാടിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് റബ്ബേ, നീ നല്ല മോചനം കൊടുക്കണേ അല്ലാ, മോചനം കൊടുക്കണേ അല്ലാ. ഇനിയും ആ നാവിലൂടെ ദീനിന്റെ വ്യാപനം നീ നടത്തണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ ദുആനെ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ യാത്രകളൊക്കെ നീ ഖൈറിലാക്കണേ റബ്ബേ.